എല്ലാവർക്കും നമസ്കാരം. ഗുഡ് ഈവനിങ് ആൻഡ് എ വാം വെൽക്കം. നമ്മൾ ഇന്ന് ഡിസംബർ 31 ന്യൂ ഇയർ ഈവ് ആയിട്ടുള്ള ഗീത സത്സംഗാണ്. എല്ലാവർക്കും സുസ്വാഗതം. വൺസ് അഗെയിൻ സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനി വ്യോമവത് വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം, സുസ്വാഗതം, വാം വെൽക്കം. നമ്മൾ ഭഗവത്ഗീത 11-ാം അധ്യായത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളുടെ അർജുനൻ വിശ്വരൂപ ദർശനം ലഭിച്ച് ആ മഹത് ദർശനം കണ്ട് വളരെ സന്തോഷിച്ചിട്ട് ഇരിക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. വളരെ ആശ്ചര്യത്തോടു കൂടി അത് കണ്ട അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പം എങ്ങനെയാണ് അർജുനൻ അത് സാധിച്ചത്, ആ വിശ്വരൂപ ദർശനം കാണാൻ സാധിച്ചത് എങ്ങനെയാണ്, അത് നമുക്ക് അറിയാം. അതിന് ദിവ്യമായിട്ടുള്ള ആ ചക്ഷുസ് കിട്ടിയത് കൊണ്ടാണ്. ഭഗവാൻ അർജുനന് ഈ വിശ്വത്തെ മുഴുവനും ഭഗവാന്റെ ഭാഗമായിട്ട് കാണാനുള്ള ആ കഴിവ്, ആ മനോഭാവം ത്തിന് വേണ്ട അവസ്ഥ പ്രദാനം ചെയ്തു അർജുനന്. അപ്പം അത് കണ്ടതോടുകൂടി അർജുനന് ആദ്യം ആശ്ചര്യം, വിസ്മയമാണ് ഉണ്ടായത്. പിന്നെ അതിനുശേഷം ഭഗവാന്റെ മുഖം, വായ, അല്ല അതിന് കാലത്തിന്റെ, ഇപ്പം നമ്മള് ദേശം കാലം ഇതാണല്ലോ നമുക്ക് പ്രപഞ്ചത്തില് ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യം അല്ലെ. ദേശവും കാലം ഇന്റഗ്രൽ പാർട്ട് ഓഫ് ദ യൂണിവേഴ്സ്. നമ്മൾ എന്ത് പറയുകയാണെങ്കിലും അറ്റ് എ പോയിന്റ് ഇൻ ടൈം ഇൻ എ പ്ലേസ് അല്ലെ. നമ്മൾ ഇപ്പോൾ ഇവിടെ, അപ്പോൾ അവിടെ, നാളെ എവിടെ എന്ന്, അപ്പം ഈ ടൈം ആൻഡ് സ്പേസ് വെച്ചിട്ടാണ് നമ്മളുടെ എല്ലാം ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം തന്നെ നിലനിൽക്കുന്നത്. അപ്പം ആ കാലത്തിന്റെ പ്രഭാവം, കാലത്തിന്റെ ആ ശക്തി, കാലത്തിന്റെ ശക്തി എന്ന് പറയുമ്പോൾ നമ്മൾക്കറിയാം കാലത്തിന് 3 കാലങ്ങളാണ് നമുക്ക് അറിയുന്നത്: പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ. അപ്പം അതേപോലെ തന്നെ ഇവിടെ എന്താണ്, നമ്മൾ എന്ത് തന്നെയാണെങ്കിലും ഈ പ്രപഞ്ചത്തില് അവസ്ഥാന്തരങ്ങളുണ്ട്. അവസ്ഥാന്തരങ്ങളിൽ ഉണ്ടായി നിലനിന്ന് ഇല്ലാതെ ആവുന്നു എന്ന് നമുക്ക് എളുപ്പത്തിൽ പറയാം. അതിന് ജായതേ വർദ്ധയതേ എന്നുള്ള അതിൻ്റെയും ഈ ഉണ്ടായി നിലനിന്ന് ഇല്ലാതാവുന്നതിന്റെ പിന്നെയും സബ് കാറ്റഗറീസ് ആയിട്ടും പറയാം. പക്ഷെ നമുക്ക് എളുപ്പത്തിന് ഈ 3 തലത്തിലാണ് നമുക്ക് ഇവിടെ എല്ലാതെയും കാണുന്നത്. അത് ഈ കാലത്തിന്റെ പ്രഭാവമാണ്. ഉണ്ടായി നിലനിന്ന് ഇല്ലാതാവുന്നത് കാലത്തിന്റെ അവസ്ഥാവിശേഷങ്ങളിലൂടെ നമ്മൾ മാത്രമല്ല, ഇവിടുത്തെ ഈ പ്രപഞ്ചത്തിലെല്ലാം തന്നെ കടന്നു പോകുന്നതുകൊണ്ടാണ്. അപ്പൊ ഈ കാലത്തിന്റെ ഉണ്ടാവുന്ന ആസ്പെക്ട് ഓക്കെ, നിലനിൽക്കുന്ന ആസ്പെക്റ്റും ഓക്കെ, പക്ഷെ ഇല്ലാതെ ആവുന്ന ആ സത്യം, അത് ആക്സെപ്റ്റ് ചെയ്യാനും അത് കാണാനും നമുക്ക് ശക്തി പോരാ. അപ്പം ആ അർജുനനും ഒട്ടും വ്യത്യസ്തനല്ല. അർജുനനും ആ തലത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പൊ സൃഷ്ടിയുടെ ആ ലയം, സൃഷ്ടി സ്ഥിതി ലയം, അപ്പൊ ക്രിയേഷന്റെ ആ ലയം ആസ്പെക്ട് കാണുമ്പോൾ അർജുനന് ആകപ്പാടെ ഒരു ഭീതി, ഭയം ജനിക്കുകയാണ്. നമുക്കറിയാം ഈ 3 തലവും എപ്പോഴും ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. അപ്പം നമുക്കത് അറിയാനുള്ള ഏറ്റവും എളുപ്പത്തിലുള്ള മാർഗം എന്താന്ന് വെച്ചാൽ നമ്മളുടെ ഉറക്കമാണ്. നമ്മൾ ഉറങ്ങുമ്പം ഏറ്റവും സ്വപ്ന, സുഷുപ്തി എന്നാ പറയാ അല്ലെ. അപ്പോൾ നമ്മൾ ജാഗ്രത ക്ലാസ്സിൽ ആരും ഉറങ്ങുന്നില്ല എന്ന് വെച്ച് പറയാം. ഇപ്പോഴത്തെ ഈ അവസ്ഥ നമ്മൾ ജാഗ്രത അവസ്ഥ, ഉണർന്നിരിക്കുന്ന അവസ്ഥ. അത് കഴിഞ്ഞ് ഉറക്കവും
ജാഗ്രതയും ഏകദേശം ഒരു 50-50 എന്നുള്ള അവസ്ഥയാണ് നമ്മൾ ആ ഒരു സ്വപ്നത്തിൽ എന്തൊക്കെയോ നടക്കുന്നു അല്ലേ? ആ ഒരു അപ്പൊ എന്തൊക്കെയോ ഉണ്ട്. അവിടെ ഓടുന്നു, മറയുന്നു, പുലി പിടിക്കാൻ വരുന്നു, ചാടുന്നു, എന്തൊക്കെയോ ഉണ്ട്. സംതിങ് ഈസ് ദെയർ ഹാപ്പനിങ്. ആ അവസ്ഥയാണ് നമ്മൾ സ്വപ്നാവസ്ഥ. അതായത് സെമി സ്ലീപ്പ് എന്നോ അല്ലെങ്കിൽ സെമി ജാഗ്രത് എന്നും പറയാം അല്ലെ. അപ്പം അതിന്റെ ഇൻ ബിറ്റ്വീൻ ജാഗ്രത് ആൻഡ് സുഷുപ്തി, ഡീപ് സ്ലീപ്പ് ആണ് ആ സ്വപ്നാവസ്ഥ. ഇനി ഡീപ് സ്ലീപ്പ് എന്നുള്ള അവസ്ഥയിൽ, അത് നമ്മൾ എല്ലാവരും കടന്നു പോയിട്ടുള്ളതാണ് ആ ഡീപ് സ്ലീപ്പ് എന്ന അവസ്ഥയിൽ. ആ ഡീപ് സ്ലീപ്പിൽ നമുക്ക് ഇല്ലാത്ത കാര്യങ്ങളാണ് ഈ ടൈമും സ്പേസും. അപ്പം ഡീപ് സ്ലീപ്പിൽ നമുക്ക് ദേശവും ഇല്ല, കാലവും ഇല്ല, നമ്മൾ തന്നെ ഇല്ല. അപ്പൊ എന്താണ് ഉണ്ടായത് നമുക്ക് അറിയില്ല. അതാണ് നമ്മൾ ആ ഡീപ്പ് സ്ലീപ്പ് എന്ന് പറയുന്നത്. അപ്പം ആ ഡീപ്പ് സ്ലീപ്പില് നമ്മൾ തന്നെ മുഴുവനുമായിട്ടും ഇല്ലാതിരിക്കുമ്പോൾ നമുക്ക് ദേശവും ഇല്ല, കാലവും ഇല്ല. അപ്പോ അവിടെ എന്ത് തന്നെ എന്താണ് ഈ പ്രപഞ്ചം ഒന്നിനെ കുറിച്ചും അറിവും ഇല്ല. പക്ഷെ ആ എത്രയോ ഡീപ്പ് സ്ലീപ്പ് ആയിരുന്നാലും അതിൽ നിന്ന് നമ്മൾ ഉണരും. നമ്മൾ ഉണർന്നു കഴിഞ്ഞാൽ ദ നെക്സ്റ്റ് മൊമെന്റ് എന്താണ് നമുക്ക് അറിയുന്നത്, എവിടെയാണ്, ഇപ്പൊ എത്രയാണ് സമയം, ഏത് സമയമാണ് എന്നതിനെ കുറിച്ച് നമ്മൾ ബോധവാന്മാരാകും. അത് ഡീപ് സ്ലീപ്പിൽ ഈ ഒരു കാര്യം ഇല്ല, ആ ബോധ്യമില്ല. അപ്പൊ അതുകൊണ്ട് ഡീപ് സ്ലീപ്പിൽ നമുക്ക് എന്തുകൊണ്ടാണ് ഈ സമയവും ദേശവും കാലവും ഇല്ലാത്തത് എന്ന് വെച്ചാൽ നമ്മുടെ ഡീപ് സ്ലീപ്പിൽ നമുക്ക് ഈ ലോകം ഇല്ല. ദാറ്റ്സ് ഇറ്റ്. നമുക്ക് ലോകം ഇല്ലാത്തിടത്തോളം ഈ പ്രപഞ്ചം ഇല്ല. അപ്പൊ ഇല്ലാത്തിടത്തോളം നമുക്ക് ടൈമും സ്പേസും ഇല്ല. അതേസമയം നമുക്ക് ഈ ലോകം ഉണ്ടാവും, നമ്മൾ ഉണരുന്നതോടുകൂടി ലോകം ഉണ്ടാവും. ലോകം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ദേശവും കാലവും അതിന്റെ ഇന്റഗ്രൽ പാർട്ടാണ്, അതിൽ അടങ്ങിയിരിക്കുന്നതാണ്. അപ്പൊ ലോകത്തിനോട് അപ്പോൾ ഈ ദേശം കാലം എന്നുള്ളത് സൃഷ്ടിക്ക് ഒപ്പം തന്നെ, അതായത് നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, ഇത് നല്ല ഇതായിട്ട് ഒന്ന് മനനം ചെയ്യാവുന്ന ഒരു കോൺസെപ്റ്റുമാണ്. നമ്മൾ ഉണരുമ്പോൾ മാത്രമാണ് നമുക്ക് ലോകം ഉണ്ടാവുന്നത്. അപ്പോൾ ലോകം ഉണ്ടാവുന്നതോടൊപ്പം തന്നെ ഉണ്ടായതാണ് ഈ ദേശവും കാലവും. അപ്പോൾ ഈ സൃഷ്ടിയുടെ ഒരു വളരെ എന്താ പറയുക, ഒഴിച്ചുകൂടാൻ പറ്റാത്ത രണ്ട് ആസ്പെക്റ്റാണ്, പാർട്ടാണ് ടൈം ആൻഡ് സ്പേസ്. സോ ടൈം ആൻഡ് സ്പേസ് ആർ ഇന്റഗ്രൽ പാർട്ട് ഓഫ് ക്രിയേഷൻ. അപ്പം നമ്മുടെ വിശ്വരൂപ ദർശനത്തിൽ അർജുനൻ ഈ കാലതത്വത്തെ അങ്ങനെ കാണുമ്പോൾ, ആ കാലതത്വത്തെ എങ്ങനെയാണ് കാണുന്നത്? കാലതത്വത്തെ നമ്മളെപ്പോഴും അറിയേണ്ടത്, നമ്മുടെ ഏതൊരു ശാസ്ത്രവും നമുക്ക് വലിയ വലിയ തത്വങ്ങൾ പറഞ്ഞു തരുന്നത് വളരെ സിംബോളിക്കലായിട്ടാണ്. അപ്പൊ ആ കാലതത്വത്തെ ഇവിടെ വിശ്വരൂപത്തിൽ കാണിക്കുന്നത് ഭഗവാന്റെ ആ വായയിൽ കൂടെ എല്ലാം കടന്നു പോകുന്നതായിട്ടാണ്. അപ്പം അതിലൊക്കെ എല്ലാം പോയി ലയിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ആ ഭഗവാന്റെ വായയാണ് ആ കാലതത്വമായിട്ട് കാണുന്നത്. അപ്പം അപ്പൊ ഭഗവാൻ എന്ന് വെച്ചാൽ നമുക്കറിയാം, ഇവിടെ സൃഷ്ടിക്കാനുള്ള കഴിവുമുണ്ട്, സംഹരിക്കാനുള്ള കഴിവുണ്ട്. അപ്പൊ നമ്മൾ ആ ഒരു ഭഗവാൻ എന്ന് വെച്ചാൽ എല്ലാം ചേർന്നതാണ് എന്നുള്ള ആ ഒരു സമ്പൂർണമായിട്ടൊരു വീക്ഷണം, വിഷൻ ഓഫ് ടോട്ടാലിറ്റി, അത് ഉണ്ടെങ്കിൽ മാത്രം അപ്പൊ നമുക്ക് എന്ത് പറ്റും, അങ്ങനെ ടോട്ടാലിറ്റി മുഴുവനും എല്ലാം ചേർന്നതാണ് ഭഗവാൻ എന്ന് അറിയുമ്പോൾ നമുക്ക് ഈ രണ്ടും നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ഭഗവാൻ ഇസ് റെസ്പോൺസിബിൾ ഫോർ ദ ക്രിയേഷൻ ആൻഡ് ഡിസ്ട്രക്ഷൻ ആൻഡ് ഓൾസോ ഫോർ ദ സസ്റ്റനൻസ്. ഇവിടെ നിലനിൽക്കുന്നതും ഭഗവാൻ തന്നെയാണ്. അങ്ങനെ ആവുമ്പം നമുക്ക് സൃഷ്ടിയെ, അതായത് ജനനത്തെ ആക്സെപ്റ്റ് ചെയ്യാൻ, അംഗീകരിക്കാൻ കഴിയുന്നത് പോലെ തന്നെ ഇവിടുത്തെ ലയത്തെ അല്ലെങ്കിൽ മരണത്തെയും അംഗീകരിക്കാൻ കഴിയും. അപ്പോൾ രണ്ടും തന്നെ ജനനത്തെയും മംഗളസ്വരൂപമായിട്ട്, ഭഗവാന്റെ മംഗളസ്വരൂപമായിട്ട് കാണാൻ പറ്റും. ഇവിടുത്തെ ലയത്തെയും അതിലേക്ക് തന്നെ പോയി ചേരുന്ന തിരിച്ചു പോക്കിനെയും മംഗളസ്വരൂപമായിട്ട് തന്നെ കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ ഭഗവാനെ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ അതിൽ അടങ്ങിയിരിക്കുന്ന എല്ലാത്തിനെയും മംഗളകരമായിട്ട് തന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തിടത്തോളം ആ വിരാട് സ്വരൂപത്തിലെ ഈ കാലാഗ്നി എന്ന ഭാഗം ഭയം ജനിപ്പിക്കുന്നതായിരിക്കും. അപ്പം ഇത് നമ്മള് അപ്പം നമുക്ക് രണ്ട് തരത്തില് നമ്മുടെ ആചാര്യന്മാർ പറയണം, രണ്ട് തരത്തില് നമുക്ക് ഈ ലോകത്തെ കാണാം. അപ്പോൾ ഒന്നുകില് ഇവിടെ സൃഷ്ടിയും
സ്ഥിതി ലയത്തെ എല്ലാത്തിനെയും മംഗളകരമായി കാണാം, അല്ലെങ്കിൽ എല്ലാത്തിനെയും അമംഗളകരമായിട്ട് കാണാം. അപ്പോൾ അപ്പം അത് പറയുമ്പോൾ ഈ അങ്ങനെ എവിടെയും നമ്മൾ കേട്ടിട്ടില്ലല്ലോ പറഞ്ഞിട്ടില്ലെന്ന് തോന്നും. പക്ഷെ അല്ല, നമുക്ക് വളരെ വളരെ അറിഞ്ഞ വളരെ പോപ്പുലറായിട്ട് നമ്മളൊക്കെ പാടുന്നതായിട്ടുള്ള ഒരു ശ്ലോകത്തിൽ പോലും നമുക്കങ്ങനെ ധാരാളം നമ്മൾ നിറയെ പ്രാവശ്യം അത് കേട്ടിട്ടുണ്ട്. ഇഹ സംസാരേ ബഹുദുസ്താരെ കൃപയാപാരെ പാഹി മുരാരെ എന്ന് ശങ്കരാചാര്യര് പറയുന്നുണ്ട് അല്ലേ. അപ്പം എന്താ എങ്ങനെയാ തുടങ്ങുന്നത്? പുനരപി ജനനം പുനരപി മരണം. അതാണ് ഇത് ബഹു ദുഷ്കരമായതാണ് ഇത് രണ്ടും. ഈ സംസാരത്തിൽ രണ്ടും ഒരേപോലെ തന്നെ ട്രീറ്റ് ചെയ്യണത്. പുനരപി ജനനമാണെങ്കിലും പുനരപി മരണമാണെങ്കിലും രണ്ടിനെയും ഒരേപോലെ തന്നെ ദുഷ്കരമായിട്ടാണ് പറയുന്നത്. അപ്പോൾ രണ്ട് തരത്തിൽ നമുക്ക് അപ്രോച്ച് ചെയ്യാം. ഈതർ ആക്സെപ്റ്റ് എവറിത്തിങ് ഓർ ആക്സെപ്റ്റ് എവറിത്തിങ് ആസ് ഗുഡ് ഓർ ആക്സെപ്റ്റ് എവറിത്തിങ് ആസ് ടു ബി റിജക്റ്റഡ്. രണ്ടിനെയും സ്വീകരിക്കേണ്ട, അസ്വീകാര്യമായിട്ട് ഒന്നുകിൽ കരുതാം എല്ലാത്തിനെയും, അല്ലെങ്കിൽ എല്ലാത്തിനെയും സ്വീകരിക്കുന്നതായിട്ട് ഒരു അപ്രോച്ച് ചെയ്യാം. അപ്പോൾ അങ്ങനെ ആകുമ്പോഴാണ് നമുക്കൊരു യൂണിഫോം വിഷൻ, അൺബയാസ്ഡ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു ഇപ്പം ഒരു ഭാഗം മാത്രമാണ് നമുക്ക് ഈ പ്രപഞ്ചത്തിൽ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ പുനരഭിജനനം പുനരഭിമരണം എന്നുള്ള ശങ്കരാചാര്യ ശ്ലോകത്തിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ, അതേപോലെ തന്നെ നമ്മുടെ ഈശാവാസ്യ ഉപനിഷത്തിലാണെങ്കിലും അവിടെ സ്വർഗത്തെയും നരകത്തെയും ഒരേപോലെ അമംഗളകരമായിട്ടാണ് പറയുന്നത്. അപ്പം ഇപ്പം നമുക്ക് എളുപ്പത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾക്ക് ഇത് രണ്ടും ഇവിടെ ഈ പ്രപഞ്ചത്തിൽ എന്ത് തന്നെ ഉണ്ടാവുന്നുണ്ടെങ്കിലും അതിൻ്റെ തിരിച്ചുപോക്ക് നിശ്ചിതമാണ്. അതെങ്ങനെയെന്ന് വെച്ചാൽ ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ പോലെയാണ്. അപ്പോൾ നമുക്കൊരു നാണയത്തിൻ്റെ നമ്മളെ സംബന്ധിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് അതിൻ്റെ ഹെഡ് ഭാഗം മാത്രം പാടുള്ളൂ, മറുവശം നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണെന്ന് പറയുമ്പോൾ നാണയം ഇല്ലല്ലോ. അപ്പം ഒരു ടോട്ടാലിറ്റിയിലായിട്ടുള്ള, അതാണ് നമ്മളുടെ പ്രശ്നം. അപ്പോൾ ടോട്ടാലിറ്റിയിലായിട്ടുള്ള വിഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇവിടെ മനോഹരമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പം ഒന്നുകിൽ ഈ പ്രപഞ്ചത്തെ മുഴുവനുമായിട്ടും ആക്സെപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ അർജുനൻ നമ്മളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണല്ലോ. അപ്പോൾ അർജുനൻ്റെ പ്രശ്നം നമ്മളുടെ പ്രശ്നം തന്നെയാണ് അർജുനിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ അർജുനന് ഭഗവാന്റെ ആ സൃഷ്ടി കർത്തൃഭാവം അത് വളരെ താല്പര്യത്തോടു കൂടി ആശ്ചര്യമായിട്ട് അതൊക്കെ ഇഷ്ടപ്പെട്ടു. പക്ഷേ ഈ സംഹാര തത്വം, കാലതത്വം എന്നുള്ളത് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അതും അവിടെയും രസം എന്താന്ന് വെച്ചാൽ, നമ്മളെ പോലെ തന്നെ, അല്ലെങ്കിൽ അർജുനെ പോലെയാണ് നമ്മൾ, എങ്ങനെ പറയാം, എന്താന്ന് വെച്ചാൽ അവിടെ ആ വായിലൂടെ അർജുനന് പ്രിയപ്പെട്ടവരൊക്കെ പോകുന്നു. അതായത് ഭീഷ്മര്, ദ്രോണര്, ഇവരൊക്കെ പോകുന്നതാണ് അർജുനന് സഹിക്കാൻ വയ്യാത്ത. അതേസമയം കർണൻ പോകുന്നുണ്ട്, സൂതപുത്ര. അപ്പൊ അത് നേരത്തെ പോയാൽ അത്രയും നല്ലത്. സൂതപുത്രൻ പോയാൽ പ്രശ്നമൊന്നുമില്ല, ഒരു കുഴപ്പമില്ല. അപ്പം നമ്മൾക്ക് തന്നെ നമ്മളുടെ തന്നെ ഒരു റിഫ്ലക്ഷൻ ആയിട്ട് നമുക്ക് അർജുനനെ കാണാം. എപ്പോഴും അങ്ങനെ തന്നെയാണ് കാണേണ്ടത്. അർജുനനിലൂടെ നമുക്കാണല്ലോ ഗീത പറഞ്ഞു തരുന്നത്. അപ്പം ആ ഒരു ഡിസ്ക്രിപ്ഷൻ വരെ നമ്മൾ കണ്ടത്, അതിനെ എങ്ങനെയാണ് എന്തുപോലെയാണെന്നുള്ളത് അർജുനൻ പറയുന്ന ആ 29ാമത്തെ ശ്ലോകത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയത്. അതൊന്നുകൂടി ചൊല്ലിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. യഥാ പ്രദീപ്ത്വം ജ്വലനം പതംഗാഃ വിശന്തി നാശായ സമൃദ്ധവേഗാഃ തഥൈവ നാശായ വിശന്തി ലോകാഃ തവാപി വക്ത്രാണി സമൃദ്ധവേഗാഃ. അപ്പൊ എങ്ങനെയാണോ ഈ ഈയാമ്പാറ്റകള് ആളി കത്തുന്ന തീയിലേക്ക് പറന്ന് പെട്ടെന്ന് വരുന്ന അത്രയും വേഗത്തിലാണ് ഈ മനുഷ്യന്മാർ, അതായത് യുദ്ധക്കളത്തിലാണ്, മഹാഭാരത യുദ്ധക്കളത്തിലാണല്ലേ നടക്കുന്നത്. അപ്പൊ ഇവരെല്ലാം മരിക്കാനായിട്ട് ഈ ഭഗവാന്റെ വായിലേക്ക് ഇങ്ങനെ ഈയാമ്പാറ്റകള് പറന്ന് അത്രയും സ്പീഡിൽ വരുന്ന പോലെയാണ് ഇവരെല്ലാവരും ഭഗവാന്റെ വായിലേക്ക് വരുന്നത്. അതുവരെയാണ് നമ്മൾ കണ്ടത്. തുടർന്ന് 30ാമത്തെ ശ്ലോകത്തിൽ എന്താണ് അർജുനൻ പറയുന്നത് നോക്കാം. ലേലിഹ്യസേ അഗ്രസമാനസമന്താത് ലോകാൻ സമഗ്രാൻ വദനേജ്വലഭിഃ തേജോഭിരാപൂര്യ ജഗത് സമഗ്രം ഭാസസ്തവോഗ്ര പ്രതപന്തി വിഷ്ണു. അപ്പം ഭഗവാൻ ഈ അർജുനന്റെ ഇങ്ങനെ
അർജുനൻ പറയാണ് ഇങ്ങനെ ഭഗവാൻ എല്ലാത്തിനെയും ഇങ്ങനെ വിഴുങ്ങുകയാണ്. അപ്പം ആ, എല്ലാ അപ്പം ഭഗവാൻ ഇങ്ങനെ എല്ലാം ഇങ്ങനെ ഭഗവാനിൽ വന്ന് വീഴുമ്പോൾ ഭഗവാന്റെ ഒരു അതിനോടുള്ള ഒരു റെസ്പോൺസ് എന്താണ് എന്ന് നമുക്ക് സ്വാഭാവികമായിട്ടും തോന്നും. ഇപ്പം ഒരു ഉം, ഒരു വലിയ ഒരു ഉം, എന്തെങ്കിലും ഒരു അറ്റാക്ക് ചെയ്യുന്ന ഒരു ഒരു ടൈഗറോ ലയണോ എന്തിനേലും സിംഹോ പുലിയോ എടുത്താൽ അതിന്റെ വായിലേക്ക് മൃഗങ്ങൾ കയറി പോകണമെങ്കിൽ അതിന്റെ ഒരു റെസ്പോൺസ് എന്തായിരിക്കും? അപ്പം ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ ഭഗവാന്റെ സമീപനം എന്താണ് എന്നാണ് ഇനി അടുത്ത് അർജുനൻ പറയുന്നത്. അപ്പൊ ഇതുവരെ പറഞ്ഞത് ഇങ്ങനെ ഈയാമ്പാറ്റകളെ പോലെ ഓരോന്നും ഭഗവാന്റെ വായിലേക്ക് അങ്ങനെ വളരെ വേഗത്തിൽ കയറി ചെല്ലുന്നു. അപ്പം അതിന്റെ ഒരു ഭഗവാന്റെ അതിനുള്ള ഒരു പ്രതികരണം എന്താണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ ഭഗവാനാണ് അല്ലെ ഇവിടെ. അപ്പൊ ഭഗവാൻ എന്ന് വെച്ചാൽ പൊതുവെ എന്താ കാരുണ്യക്കടലേ കൃഷ്ണ എന്നാണ്. അപ്പൊ കാരുണ്യക്കടലേ കൃഷ്ണ എന്നതും ഇതും തമ്മിൽ നമുക്ക് വളരെ ഒരു ഡിസ്കണക്ട് തോന്നും, ബന്ധിക്കാൻ കഷ്ടമായി തോന്നും. അപ്പം അപ്പൊ ഭഗവാന്റെ ഇതിനോടുള്ളൊരു സമീപനം എന്താണ് എന്ന് പറയണം. അപ്പം ഭഗവാന് ഇതിനോടൊക്കെ ഒരു സിമ്പതി, ഒരു കമ്പാഷൻ അങ്ങനെയുള്ളൊരു സമീപനമാണോ എന്നാണ്. അല്ല. അപ്പം അങ്ങനെ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഇതിലൊന്നും യാതൊരു തരത്തിലുള്ള ഒരു സിമ്പതിയും ഒന്നുമില്ല. ഭഗവാൻ ഈ അർജുനന് തോന്നുകയാണ് ഇങ്ങനെ ഇതൊക്കെ പോകുമ്പം അർജുനന് എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ ഭഗവാൻ ഇതിലൊക്കെ ടോട്ടലി ഇൻഡിഫറെന്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ്. അത് അവര് അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അത് കാണുമ്പോൾ നമ്മൾ ആണ് ഭേദഭാവത്തില് ഒക്കെ നോക്കുന്നത്. അതിന് ഭഗവാനുമായിട്ട് യാതൊരു തരത്തിലുള്ള ഒരു ബന്ധവും ഇല്ല. ഇതിനെക്കുറിച്ച് ഭഗവാൻ ഇൻഡിഫറെന്റ് ആണ് എന്ന് ഭഗവാന്റെ ഒരു സമീപനം എത്ര മാത്രമേ ഉള്ളൂ എന്നാണ് അർജുനന്റെ ഒരു കൺക്ലൂഷൻ. എത്ര മാത്രമേ ഉള്ളൂ എന്ന് വെച്ചാൽ ഇവിടെ സൃഷ്ടിയും സ്ഥിതിയും ലയത്തെക്കുറിച്ചും എല്ലാം മനസ്സിലാക്കാനുള്ള ശാസ്ത്ര ഗ്രന്ഥങ്ങള്, അതിനുള്ള എല്ലാ റിസോഴ്സസും ഇവിടെ അവൈലബിൾ ആണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. അത് അത് പഠിക്കാത്തതോ അറിയാത്തതോ അത് നിങ്ങളുടെ പ്രോബ്ലം. അതറിഞ്ഞ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഭഗവാൻ ഇതിനോട് ഒരു കാരുണ്യം ഉണ്ടാവോ, സിമ്പതി ഉണ്ടാവോ എന്നൊന്നും ചിന്തിക്കുക പോലും ഇല്ല. അതേസമയം അർജുനൻ പറയണ ഇതൊക്കെ ഈ ഒരു പ്രക്രിയ പോലും ഭഗവാൻ ആസ്വദിക്കുന്നതായിട്ടാണ് തോന്നുന്നത് എന്ന് പറയാം. എന്താണ് ഒരു വളരെ ഒരു നല്ലൊരു സദ്യ ഒരുക്കിയിട്ട് ആ സദ്യയിൽ ഓരോ ഭക്ഷണത്തിന്റെ ഓരോ ഐറ്റവും സദ്യയിലെ ഓരോ വിഭവവും എടുത്ത് കഴിക്കുന്നത് എങ്ങനെയാണോ ഒരാൾ ആസ്വദിച്ച് കഴിക്കുക, അതുപോലെ ഭഗവാൻ ആസ്വദിച്ചിട്ടാണ് ഇതും ചെയ്യുന്നത്, ഈ ഒരു പ്രക്രിയയും ചെയ്യുന്നത് എന്നാണ് അർജുനൻ പറയുന്നത് കേട്ടോ. അപ്പം സമഗ്ര ലോകാൻ സമന്ത, അതായത് ഇവിടെ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം തന്നെ എല്ലാം തന്നെ ഭഗവാൻ ഒരു ഭക്ഷ്യയോഗ്യമായിട്ടുള്ള സാധനമായിട്ട് തോന്നുന്നു. സമന്ത എന്ന് പറഞ്ഞാൽ എല്ലാം വ്യാപിച്ചിരിക്കുന്ന സർവ്വതും. സമന്ത എന്ന് പറഞ്ഞാൽ സ്പ്രെഡിങ് ഓൾ ഓവർ. ഓക്കെ, ഇവിടെയുള്ള എല്ലാം തന്നെ സമഗ്ര ലോകാൻ എന്ന് പറഞ്ഞാൽ ആളുകള്, സമഗ്ര ലോകാൻ എന്ന് പറഞ്ഞാൽ എവ്രിബഡി, ഓൾ ദ പീപ്പിൾ, എല്ലാ മനുഷ്യന്മാരും എങ്ങനെ അറിയോ ഭഗവാൻ രസമാനഹ, വളരെ രസം എന്ന് വെച്ചാൽ തന്നെ നമുക്കറിയാം അത് സ്വാദുമായിട്ട് ബന്ധപ്പെട്ടതാണ്. വളരെ രസിച്ചുകൊണ്ട്, വളരെ സ്വാദിഷ്ടമായിട്ട്, വളരെ രസിച്ചുകൊണ്ട് ഭഗവാൻ അത് ഭക്ഷിക്കുകയാണ്. അത് എങ്ങനെ? വലിയ മുഖത്തോടു കൂടി, ജ്വലദ്ഭിഹി വദനൈ, വദനം എന്ന് വെച്ചാൽ മുഖം, അത് വളരെ ശോഭിച്ചുകൊണ്ട് പ്രകാശിച്ചുകൊണ്ടുള്ള മുഖത്തോടു കൂടി, ചൈതന്യത്തോടു കൂടി, വളരെ ബ്ലേസിങ് നേരത്തെ പറഞ്ഞു അർജുന്, വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള സൂര്യചന്ദ്രൻ അഗ്നി ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന എത്രയോ ഇൻഫിനിറ്റ് ആയിട്ടുള്ള അത്രയും പ്രകാശത്തോടു കൂടിയിട്ടാണ് ആ രൂപം തന്നെ. അതില് ഈ മുഖവും അതെ ഇങ്ങനെ ജ്വലിച്ചിട്ടാണ് നിൽക്കുന്നത്. എന്തുകൊണ്ടാണ്? കാല അഗ്നിയാണ്, അതുകൊണ്ട് നമ്മൾ കാല അഗ്നി എന്ന് പറയുന്നത്. അപ്പം അത് ഭഗവാനാണ്. അപ്പം ലേ ലിഹ്യസേ എന്ന് പറഞ്ഞാൽ അത് ഭഗവാൻ ആസ്വദിച്ച് കഴിക്കുക എന്ന് പറഞ്ഞല്ലോ.
ഈ നമ്മള് ചുണ്ട് നക്കില്ലേ, ഇപ്പൊ നമ്മളൊക്കെ അതെ കഴിക്കുമ്പോൾ നല്ല ഇപ്പൊ ഐസ്ക്രീം ഒക്കെ കഴിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ചുണ്ട് നക്കിയിട്ട് അപ്പം ഈ ആം, ലേ ലിഹ്യസേ അതിനെ അപ്പൊ കണ്ടു ആ ഇംഗ്ലീഷിൽ ലിക്ക് എന്നുള്ള വാക്ക് എവിടുന്നാ വരുന്നതെന്ന്. അപ്പം ചുണ്ടുകള് ആ, നക്കിയിട്ട് ഓക്കെ ഭഗവാൻ കഴിക്കുന്നത്. അപ്പോൾ അത് ഭഗവാൻ ആൾക്കാരെ വായില് കൂടെ കയറ്റിയിട്ട് അവരെ നശിപ്പിക്കുക മാത്രമല്ല, ആ സമഗ്രം ജഗത്ത് ആ പൂര്യ എല്ലാവരെയും അതിൻ്റെ ഉള്ളില് അതിൻ്റെ ആം, ആ അതിൻ്റെ ഉള്ളില് ഒരുമാതിരി എന്താ പറയാ ഈ തേജോബി ആപൂര്യ ഉഗ്രാഭാസ്ത അതിനകത്ത് വെച്ച് കൈൻഡ് ഓഫ് ഒരു ഇത്രയും ചൂടും തേജസ്സും ഒക്കെ ആയിട്ട് അതിനകത്ത് ഒരു കൈൻഡ് ഓഫ് ഒരു ഭഗവാൻ അതിനനുസരിച്ച് എങ്ങനെയാണോ കഴിക്കേണ്ടത് അതിനനുസരിച്ച് കഴിക്കുകയാണ് നമ്മളെ. ഓരോരുത്തരുടെയും ആ കാലത്തിനനുസരിച്ച് സദാ ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. അതായത് നമ്മൾ ജനിച്ചിട്ട് ഇതുവരെയും നമ്മൾ ഓരോ ദിവസവും നമ്മൾ വി ആർ ആക്ച്വലി ഗെറ്റിംഗ് കുക്ക്ഡ് ഫോർ ഹിം എന്ന് മനസ്സിലാക്കണം. ഭഗവാൻ അത് ആസ്വദിച്ച് കഴിക്കുകയാണ്. അതായത് നമ്മൾ ഓരോരുത്തരുടെയും പാകം നമ്മൾ പറയില്ല, ഇപ്പൊ ഈ ഈ വെജിറ്റബിൾ അധികം വേവിക്കേണ്ട ആവശ്യമില്ല, ഈ പർട്ടിക്കുലർ ഐറ്റം കൂടുതൽ വേവണം, ഈ അരിയാവുമ്പോൾ കുറച്ച് വേവിച്ചാൽ മതി. അപ്പൊ ഓരോന്നിന്റെയും പാകം വ്യത്യസ്തമായിരിക്കും. ആ പാകം എത്തിക്കഴിഞ്ഞാൽ ഭഗവാൻ അത് ഭക്ഷിച്ചോളും സുഖമായിട്ട്. അപ്പം അത് ആ വസ്തുവിന്റെ ടേസ്റ്റും ഇതൊക്കെ അനുസരിച്ചിരിക്കും. ആ സമയം എത്തിക്കഴിഞ്ഞാൽ ഭഗവാൻ കറക്റ്റ് പാകം എത്തിക്കഴിഞ്ഞാൽ സ്വാഹ അത് കഴിഞ്ഞു. അപ്പം തവ ഉഗ്രാഹ, അപ്പം ആ ഫിയേഴ്സ് ഹീറ്റ് അത്രയും ചൂടാണ്. അതില് തപന്തി അതില് ഇവര് തപിപ്പിച്ച ചുട്ട് പൊള്ളിക്കൊണ്ട് ഇവിടെ സർവവ്യാപിയായ വിഷ്ണു ഭഗവാനെ ഇവിടെ മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന വിഷ്ണു അത് അങ്ങനെ ഭക്ഷിക്കുകയാണ് അങ്ങയുടെ പണി എന്ന് പറയണം. അപ്പം അർജുനനും ഒരു സംശയം, ഇപ്പൊ ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഈ കരുണാമൂർത്തിയൊക്കെ ആണോ അതോ ഭയങ്കര ക്രൂരനാണോ? അപ്പം നമുക്ക് എല്ലാവർക്കും ആ ഒരു ചോദ്യം അല്ലെ, ആദ്യം എപ്പോഴാണ് വരിക? നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആദ്യമേ ഇതാണ് പറയാ, ഭഗവാന് കണ്ണില്ല, ഭഗവാന് ഹൃദയമില്ല, ഭഗവാൻ വളരെ ക്രൂരനാണ് ഭഗവാൻ എന്നൊക്കെ. അത് കഴിഞ്ഞ് അതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ പറയാ? നമുക്കറിയാം അടുത്ത സ്റ്റെപ്പില് ഭഗവാനേ ഇല്ല, ഇവിടെ ഒരു ദൈവം ഇല്ല. അവിടെ ഒരു ദൈവം ഉണ്ടെങ്കിൽ എന്തിനാണ് ചെറിയ കുട്ടികൾ അസുഖമായിട്ട് ജനിക്കുന്നത്? നമുക്ക് ഇഷ്ടംപോലെ റീസൺസ് വരുമല്ലോ. ഇവിടെ ഒരു ഭഗവാനേ ഇല്ല. അപ്പം അപ്പൊ ആ ക്വസ്റ്റ്യൻസ് ആണ് സ്വാഭാവികമായിട്ട് വരിക. അപ്പൊ അർജുനനും ഒരു ചോദ്യമാണ് വരുന്നത്. അതാണ് അടുത്ത ശ്ലോകത്തില് 31ാമത്തെ ശ്ലോകം. ആഖ്യാഹി മേ കോ ഭഗവാനുഗ്രരൂപഃ നമോസ്തു തേ ദേവവര പ്രസീത വിജ്ഞാതുമിച്ഛാമി ഭവന്തമാദ്യം നഹി പ്രജാനാമി തവ പ്രവൃത്തിം. അപ്പോൾ നമ്മൾ പറയും ഭഗവാന്റെ എന്താണ് ഭഗവാൻ വിചാരിച്ചിരിക്കണത് നമുക്കൊന്നും അറിയില്ല. അപ്പൊ എനിക്ക് ഒരു കാര്യം ചോദിക്കാനുണ്ട്. ഭഗവാൻ വളരെ സൗമ്യ കരുണാമയനാണോ അതോ ഉഗ്രരൂപിയാണോ, വളരെ ക്രൂവലാണോ, ഉഗ്രരൂപിയാണോ, ഇവിടുത്തെ ടെററിസ്റ്റിനെക്കാട്ടിലും ടെററൈസിങ് ആണോ എന്ന് ആഖ്യാഹിമേ എനിക്ക് പറഞ്ഞു തരൂ. ആഖ്യാനം ചെയ്യാന്ന് വെച്ചാൽ പറയൂന്നല്ലേ. അപ്പൊ ആഖ്യാഹി മേ എനിക്ക് പറഞ്ഞു തരൂ. അപ്പൊ നമുക്ക് അതെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഈ വക വളരെ ഫിലോസഫിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ നമുക്ക് വരും. എന്തുകൊണ്ട് ഈ ഭഗവാനാണ് ലോകം സൃഷ്ടിച്ചതെങ്കിൽ എന്തുകൊണ്ട് നല്ലത് മാത്രം സൃഷ്ടിച്ചാൽ മതിയായിരുന്നില്ലേ? ഞാൻ ചെറിയ കുട്ടിയെ എപ്പോഴും ചോദിച്ചിട്ടുണ്ട്, എന്തിനാ ഭഗവാൻ ഈ കോക്രോച്ചിനെ സൃഷ്ടിച്ചത്? വല്ല ആവശ്യമുണ്ടോ? അതിനില്ലാതിരുന്നൂടെ? എനിക്ക് ഭയങ്കര ഒരു വെറുപ്പുള്ള സാധനം, അറപ്പുള്ള സാധനമാണ് കോക്രോച്ച്. അപ്പൊ ഞാൻ എപ്പോഴും പറയും, എന്തിനാ ഇതിനെ സൃഷ്ടിച്ചിരിക്കുന്നത്? ഇതിന്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. പിന്നെ കൊതുക് ഒന്നും ഉണ്ടാക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല ഞാൻ പറയാം. അപ്പം അതെല്ലാവരും പറയണതാണ്. ഇപ്പൊ ഞാൻ കൊതുകിനെയും ഇതിനൊക്കെയുള്ള കോക്രോച്ചിനൊക്കെ പറഞ്ഞിട്ടുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ പലരും പറഞ്ഞു കേട്ടില്ലേ, ഭഗവാൻ ഈ കോവിഡ് വൈറസ് കൊണ്ടുവന്നത് മനുഷ്യന്റെ അത്രമാത്രം അഹങ്കാരവും സ്വാർത്ഥതയൊക്കെ കൂടിയത് കൊണ്ടാണ് ഭഗവാൻ അത് കൊണ്ടുവന്നൊക്കെ നമ്മൾ പറയാനില്ലേ.
അപ്പം അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളിപ്പോൾ അപ്പോൾ ഭഗവത്ഗീത ഉണ്ടാവും, അമ്പലത്തിൽ പോവും, അതൊക്കെ പിന്നെ അല്ലെങ്കിൽ വല്ല ഗുരുവിൻ്റെ അടുത്ത്, ആചാര്യൻ്റെ അടുത്ത്, ഒന്നുമില്ലെങ്കിൽ പിന്നെ എന്താ ആസ്ട്രോളജറുടെ അടുത്ത് ഇതൊക്കെ പോയിട്ട് എന്നൊക്കെ ചോദിക്കും. പക്ഷെ എന്താ നമ്മുടെ ഒരു ഗുണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ വൈറസ് എപ്പിഡമിക് ഒന്നും അധികമൊന്നും ആയിട്ടില്ല. പക്ഷെ ഇപ്പോഴൊക്കെ ടോട്ടലി ഫൊർഗോട്ടൺ അല്ലേ നമ്മളുടെ ആ ഒരു ഓർമ്മശക്തി, ആ ഒരു മറവി ശക്തിക്കൊക്കെ സലാം പറയണം അല്ലേ. അപ്പം നമുക്ക് അപ്പം അങ്ങനത്തെയൊക്കെ സന്ദർഭങ്ങളിൽ നമ്മൾ വളരെ ഫിലോസഫിക്കലാവും, അല്ല ആധ്യാത്മികമായിട്ടൊക്കെ വളരെയേറെ ചിന്തിക്കും. പിന്നെ അത് മാത്രമല്ല എന്നിട്ട് ഇങ്ങനെയൊന്നും പാടില്ല, അങ്ങനെയൊക്കെ പാടുള്ളൂ എന്നൊക്കെ തീരുമാനിക്കുകയും അത് നമ്മൾ ആൾക്കാരോട് പറയും ഒക്കെ ചെയ്യും. പക്ഷെ നമ്മൾ അതിൽ മിടുക്കന്മാരാണ്. നമ്മൾക്കടെ ആ വൈരാഗ്യത്തിന് പറയും എന്താ പേര്, അതിന് പറയുന്ന പേരാണ് ശ്മശാന വൈരാഗ്യം. അതായത് ശ്മശാനത്തിൽ ഒന്ന് തിരിഞ്ഞു കഴിഞ്ഞാൽ, ജസ്റ്റ് തിരിഞ്ഞു കഴിഞ്ഞാൽ തീർന്നു അതാന്ന് പറയണം. അതുപോലെയാണ് കാര്യം. അപ്പം നമ്മുടെ അർജുനൻ പറയാണ്, എനിക്ക് ഈ ഭീതി ജനിപ്പിക്കുന്ന ഈ രൂപം എനിക്ക് കാണാൻ വയ്യ. നമോസ്തു തേ ദേവവര. ഞാൻ നമോസ്തു തേ നമിക്കുന്നു. ആരെയാണ് നമിക്കുന്നത്? ദേവവര, ദേവന്മാരിലും ഏറ്റവും ഉന്നതനായിട്ടുള്ള ദേവവര. അപ്പം ആ ഭഗവാനെ പ്രസീത, പ്രസാദിക്കൂ, എന്നിൽ പ്രസാദിക്കൂ. പ്ലീസ് ബി കൈൻഡ് ഓൺ മീ. ഓക്കെ, എന്നിൽ കനിയൂ, എന്നിട്ട് ആ നല്ല പ്ലസന്റ് ആയിട്ടുള്ള രൂപം കാണിക്കൂ. എനിക്ക് അറിയുന്നില്ല എന്താന്ന് വെച്ചാൽ, എനിക്ക് അങ്ങ് യഥാർത്ഥത്തിൽ എന്താണ് എന്ന് എനിക്ക് അറിയാൻ സാധിക്കുന്നില്ല. അങ്ങയുടെ പ്രവൃത്തി എന്താണ്? അതായത് പ്രവൃത്തി സൃഷ്ടിയാണെങ്കിൽ ഓക്കെ, പക്ഷെ യഥാർത്ഥത്തിൽ ഇത് സൃഷ്ടിയൊക്കെ നടത്തിയിട്ട് ഇപ്പൊ ആൾക്കാരെ എല്ലാവരെയും ഇങ്ങനെ ഭക്ഷിക്കുന്നു, അതായത് ഇല്ലാതാക്കുന്നു. അത് എനിക്ക് അറിയുന്നില്ല. യഥാർത്ഥത്തിൽ അങ്ങ് ആരാണ്, എന്താണ്? നമ്മൾ ഒരാളെ കണ്ടാതല്ലേ ചോദിക്കുക, ഹു ആർ യു, വാട്ട് ആർ യു ഡൂയിങ് എന്നല്ലേ ചോദിക്കുക. അതാണ് അർജുനൻ ചോദിക്കുന്നത്. യഥാർത്ഥത്തിൽ അങ്ങ് ആരാണ്, എന്താണ്, വാട്ട് ഈസ് ദാറ്റ് യു ഡു എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഭവന്തം ആദ്യം വിജ്ഞാതും ഇച്ഛാമി. അപ്പൊ ഭഗവാൻ എന്താണ് എന്നുള്ളത് എനിക്ക് വിജ്ഞാതും അറിയാൻ ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നു. അപ്പം ക്ലിയർ ആയിട്ട് അതെനിക്ക് പറഞ്ഞു തരൂ. അപ്പോൾ ആദ്യം എന്ന് വെച്ചാൽ ആ സൃഷ്ടികർത്ത എന്നുള്ള പ്രവൃത്തി അല്ലേ, ആ തവ പ്രവൃത്തി, അങ്ങയുടെ പ്രവൃത്തി, അങ്ങ് ചെയ്യുന്നത് എന്താണ്? നഹി പ്രജാനാമി, എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പം അതിന് അർജുനന്റെ ആ ചോദ്യത്തിന് ഭഗവാൻ ഫസ്റ്റ് ഭഗവാന്റെ അർജുനന്റെ ആ ആശ്ചര്യം കഴിഞ്ഞിട്ട് രണ്ടാമത് ഇപ്പൊ ഈ ആശ്ചര്യം കഴിഞ്ഞ് രണ്ടാമത് ഈ ഭയത്തിന്റെ ചോദ്യല്ലേ. അപ്പം അതിന് ഒപ്പം ഭഗവാൻ ഉത്തരം പറയാണ് അടുത്ത ശ്ലോകത്തിൽ. അപ്പം ആരാണ്, ഹു ആർ യു, വാട്ട് ഈസ് യുവർ ആക്ച്വൽ വർക്ക് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പം എന്താണ് ഭഗവാൻ മറുപടി പറയണമെന്ന് നോക്കാം. ഇനി ഇവിടുന്ന് ഭഗവാന്റെ ഉത്തരങ്ങളാണ്. 32ാമത്തെ ശ്ലോകം. കാലോസ്മി ലോകക്ഷയകൃത് പ്രവൃദ്ധഃ ലോകാൻ സമാഹർത്തുമിഹ പ്രവൃത്ത ഹൃദേപി ത്വാം ന ഭവിഷ്യന്തി സർവേ ഏവസ്ഥാ പ്രത്യനികേഷു യോധാഃ. അപ്പം ശ്രീ ഭഗവാനുവാച കാലോസ്മി ലോകക്ഷയകൃത് പ്രവൃദ്ധഃ ലോകാൻ സമാഹർത്തുമിഹ പ്രവൃത്തഃ ഹൃദേപി ത്വാം ന ഭവിഷ്യന്തി സർവേ യേവസ്ഥാ പ്രത്യനീകേഷു യോധാഃ. അപ്പം ഫസ്റ്റ് വാക്ക് തന്നെ ആ അർജുനന്റെ സംശയങ്ങളെയും ക്വസ്റ്റ്യനെയും ക്ലിയർ ആയിട്ട് ആൻസർ ചെയ്യുന്നതാണ്. ഓക്കെ, ഭഗവാൻ പറയാണ് കാലോസ്മി, ഭഗവാനാ. ഈ കാലം എന്ന തത്വം അത് ഭഗവാനാകുന്നു. ഇത് നമ്മൾ വളരെ വളരെ മനസ്സിലാക്കി വെക്കേണ്ട വിഷയമാണ്. ഈ കാലം എന്ന കാലതത്വം അത് ഭഗവാനാകുന്നു. ഞാൻ കാലമാകുന്നു എന്ന് പറയണം, കാലോസ്മി. അപ്പം ഇത് ഈ കാലം എന്നുള്ളത് നമുക്കറിയാം. കാലം എന്നുള്ളത് ഈ പ്രപഞ്ചത്തിലെ ഒരു സത്യമാണ്. അപ്പം ആ പ്രപഞ്ച സത്യത്തിന് 2 തരത്തിൽ നമുക്ക് അറിയണം. നമ്മളുടെ ശാസ്ത്രങ്ങൾ വ്യാവഹാരിക
സത്യമെന്നും പാരമാർത്ഥിക സത്യം എന്നുമാണ് സത്യത്തിനെ തന്നെ 2 തരത്തിൽ നമുക്ക് കാണാനായിട്ട് പഠിപ്പിക്കുന്നത്. വ്യാവഹാരിക സത്യത്തില് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ കാലം എന്നുള്ളത് ഈ പ്രപഞ്ചത്തിന്റെ ഒരു ഒഴിച്ചുകൂടാൻ പറ്റാത്ത ആസ്പെക്റ്റ് ആണ്. ഇപ്പം അപ്പൊ ആ വ്യാവഹാരിക നമ്മള് വ്യാവഹാരികം എന്ന് വെച്ചാല് ഈ നമ്മൾ പറയില്ലേ, ഇൻ അവർ ട്രാൻസാക്ഷണൽ വേൾഡ്, നമ്മൾ ഇപ്പൊ നമ്മൾ ഈ ജീവിക്കുന്ന ഈ ലോകത്തിൽ ആ വ്യാവഹാരിക സത്യത്തില് ആ നമ്മൾ കാലത്തെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വ്യാവഹാരികമായിട്ടുള്ള ആ ലോകത്തില് എല്ലാത്തിനും ഒരു ഓപ്പോസിറ്റ് ഉണ്ട്. എല്ലാത്തിനും ഇപ്പൊ ഗുഡ് എന്നുണ്ടെങ്കിൽ ബാഡ് ഉണ്ട്, ഡേ എന്നുണ്ടെങ്കിൽ നൈറ്റ് ഉണ്ട്. അപ്പം എല്ലാത്തിനും ആ പൊളാരിറ്റി എന്ന് പറയും. അപ്പോൾ ഈ ഒരു വശം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ മറ്റേ വശം തീർച്ചയായിട്ടും ഉണ്ട്. അതുപോലെ അപ്പോൾ ബർത്ത് എന്നുണ്ടെങ്കിൽ ഡെത്തും തീർച്ചയായിട്ടും ഉണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് ഇതിലേതെങ്കിലും ഒന്നിനെ മാത്രം ആക്സെപ്റ്റ് ചെയ്ത് മറ്റതിനെ നമുക്ക് റിജക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഒന്നുകിൽ അതിനെ കംപ്ലീറ്റ് ആയിട്ട് ആക്സെപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് റിജക്റ്റ് ചെയ്യുക. എന്ന് പറയുമ്പോൾ അതിന് നമുക്ക് ഈ പ്രപഞ്ചത്തെ ആസ് ഈസ് അങ്ങനെ തന്നെ ഈ വിത്ത് ഓൾ ഇറ്റ്സ് ഗുഡ് ആൻഡ് ബാഡ് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലപോലെ മനോബലം വേണം. നല്ലപോലെ മനോബലം വേണം. അതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തിൽ നമുക്ക് എല്ലാത്തിനെയും നമുക്ക് റിനൗൺസ് ചെയ്യാൻ, ഇപ്പം എല്ലാത്തിനെയും ഇവിടെ നമുക്കൊരു സന്യാസമായിട്ട് അതിനെ സ്വീകരിക്കാതിരിക്കണമെങ്കിൽ അതിനും നമുക്കറിയാം. ഇപ്പൊ സന്യാസ ജീവിതത്തിനും നല്ലപോലെ വിരക്തമാവണമെങ്കിലും നമുക്ക് നല്ലപോലെ മനോബലം വേണം. അപ്പം ഈ മനോബലം എന്നത് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് നന്നായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നന്നായിട്ട് അപ്പൊ ആ മനോബലം കിട്ടാൻ എന്താ ചെയ്യുക? നമുക്കറിയാം മനോബലം ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ നന്നായി ജീവിക്കാൻ പറ്റുള്ളൂ. അതിപ്പോ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഈ വ്യാവഹാരിക ലോകത്തിൽ ഉള്ള ആ ഡുവാലിറ്റീസ് ഉള്ള, അതായത് ചൂട്, തണുപ്പ്, ശരി, തെറ്റ്, കറുപ്പ്, വെളുപ്പ്, ഡേ, നൈറ്റ് എന്നുള്ള ആ ഡുവാലിറ്റിയോട് കൂടി അതിനെ മുഴുവനും ആക്സെപ്റ്റ് ചെയ്ത് ജീവിക്കുന്ന ആ അവസ്ഥയാണ് നമ്മൾ പറയുന്നത് നമ്മുടെ ഗൃഹസ്ഥാശ്രമം. അതേസമയം എല്ലാത്തിനെയും ത്യജിച്ചിട്ടുള്ള ജീവിതമാണ് സന്യാസം. ഈ 2 വഴിക്കാണെങ്കിലും 2 അപ്രോച്ചിനാണെങ്കിലും നമുക്ക് മനോബലം കൂടിയേ തീരും. പക്ഷെ അപ്പം മനോബലം കിട്ടാൻ എന്താ വഴി? അതിന് നമ്മുടെ ശാസ്ത്രം പറയുന്നത് അതിന് മനോബലത്തിന് ഒരേ ഒരു വഴിയാണ് ആത്മജ്ഞാനം. മനോബലം കിട്ടാൻ ഒരൊറ്റ വഴിയാണ് ആത്മജ്ഞാനം. അപ്പൊ ആ ജ്ഞാനം ലഭിക്കാൻ അതിനുള്ള സർവോപനിഷത്തോ ഗവോ ദോക്ത ഗോപാലനന്ദന ഇവിടെ നമുക്ക് ഭഗവത്ഗീത ആ ആത്മജ്ഞാനം ഏറ്റവും സംക്ഷിപ്തമായിട്ട് എസൻസ് ആക്കിയിട്ട് തന്നിട്ടുണ്ട്. അപ്പൊ ഈ ആത്മജ്ഞാനം ഉണ്ട് എങ്കിൽ നമുക്ക് ഒന്നുകിൽ എല്ലാത്തിനെയും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എല്ലാത്തിനെയും സന്യസിക്കാനും പറ്റും. അപ്പം ഭഗവാൻ പറയാണ് അഹം കാലഹ അസ്മി. അപ്പം നമ്മൾ ഈ വ്യാവഹാരിക തലത്തിൽ, അപ്പൊ ഈ വ്യാവഹാരിക സത്യം എന്ന തലത്തില് വ്യാവഹാരിക ദൃഷ്ടിപ്രകാരം ഞാൻ കാലമാകുന്നു, ഭഗവാൻ കാലമാകുന്നു. അതേസമയം ഇനി പാരമാർത്ഥിക സത്യം എന്താന്ന് വെച്ചാല് അത് നമ്മൾ പഠിച്ചതാണ് ഇതുവരെയും. അപ്പൊ പാരമാർത്ഥികമായിട്ട് ഭഗവാൻ എന്താണ് എന്ന് ചോദിച്ചാൽ പാരമാർത്ഥികമായിട്ട് ഭഗവാൻ കാലാതീതമായ തത്വമാണ്. ഇവിടെ ഈ പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പ് എന്തുണ്ടോ അത് ഭഗവാനാണ്. ഈ പ്രപഞ്ചം ഇനി ലയിച്ചു കഴിഞ്ഞിട്ടും എന്ത് നിൽക്കുന്നോ അതാണ് ആ പരബ്രഹ്മം എന്ന ഭഗവാൻ. അപ്പൊ അത് കാല അതീതമാണ്. അപ്പം ഭഗവാൻ നമ്മള് വ്യാവഹാരിക തലത്തിൽ നോക്കുമ്പോൾ കാലതത്വവും പാരമാർത്ഥിക തത്വമായിട്ട് നോക്കുമ്പോൾ ഭഗവാൻ കാല അതീതനും ആകുന്നു ഒരേ സമയം തന്നെ. അപ്പം ഇവിടെ അർജുനൻ നിൽക്കുന്നത് എവിടെയാണ്? മഹാഭാരത യുദ്ധക്കളത്തിലാണ്. ആ യുദ്ധക്കളത്തില് ഭഗവാൻ ഇപ്പൊ കാലം തത്വമാകുമ്പോൾ എന്താണ് അവിടെ ചെയ്യുന്നത്? അതാണ് ക്വസ്റ്റ്യൻ. അതാണ് ഹു ആർ യു, വാട്ട് ആർ യു ആക്ച്വലി ഡൂയിങ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അല്ലേ? അപ്പൊ ഭഗവാൻ പറയുന്നത് ഞാൻ കാലമാകുന്നു. ഇനിയോ ഇവിടെ എന്താ? ഞാൻ എന്റെ പണി എന്താ? ലോകക്ഷയകൃത്. ഞാനിവിടെ ലോകക്ഷയം ആണ് ചെയ്യുന്നത്. ഞാൻ ഇവിടെ ചെയ്യുന്നത് എന്താ? ലോകത്തിനെ ക്ഷയിപ്പിക്കുകയാണ്. ഐ എം ദ ഡിസ്ട്രക്റ്റീവ് പ്രിൻസിപ്പിൾ. ഇവിടെ സൃഷ്ടികർത്ത അല്ല, സംഹാരകർത്ത. ആ സംഹാര തത്വമാണ്. ഇനിയോ ഇവിടെ അതിനെ ഞാൻ
പ്രവൃദ്ധ എന്ന് വെച്ചാൽ ഞാൻ അതിനെ ആക്ടിവേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ലോക സംഹാരം എന്ന ക്രിയയെ ഞാൻ ഇവിടെ പ്രവൃദ്ധി ചെയ്യുന്നു. ഞാൻ അതിനെ ട്രിഗർ ചെയ്യുന്നു, ആക്ടിവേറ്റ് ചെയ്യുന്നു. അപ്പം അപ്പൊ എന്റെ പണി എന്താണ്? ലോകാൻ സമാഹർത്തും. അപ്പം ഈ പ്രപഞ്ചത്തെ, അതായത് ആ യുദ്ധക്കളത്തില് നമുക്കറിയാം 11 അക്ഷൗണിപ്പട ഒരു ഭാഗത്ത് തന്നെ ഉണ്ട്. കൗരവരുടെ 7 അക്ഷൗണിപ്പട പാണ്ഡവരുടെ ഉണ്ട്. ഇതിന്ന് ആകെ മരിക്കാതെ നിൽക്കുന്നത് കുറച്ചു പേര് മാത്രമാണ്, വളരെ കുറച്ചു പേരാണ് അല്ലെ. അപ്പോൾ ഭഗവാൻ അതാണ് പറയുന്നത്, ഞാൻ അതിൻ്റെ സംഹാര ക്രിയയുടെ ട്രിഗർ ആയിട്ടാണ് ഞാനിവിടെ പ്രവർത്തിക്കുന്നത്. എന്നിട്ട് അർജുനന് അപ്പം ഏകദേശം ഇനി എന്താണ് സംഭവിക്കാൻ പോണത് എന്നുള്ളതിൻ്റെ ഒരു സൂചനയും കൊടുക്കുന്നുണ്ട് അല്ലേ. അപ്പം ഇവിടെ നീ യുദ്ധം ചെയ്താലും ഇല്ലെങ്കിലും ഇവര് ഭൂരിഭാഗം ആൾക്കാരെയും കാര്യങ്ങളെയും ഇവിടെ ഞാൻ സംഹരിക്കാൻ പോവുകയാണ്. എന്തുകൊണ്ട്? ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അർജുനൻ അതിൽ പങ്കെടുത്താലും ഇല്ലെങ്കിലും അത് തീരുമാനിച്ചുറച്ചിട്ടുള്ള കാര്യമാണ്. അപ്പം അതുപോലെ തന്നെ നടക്കുള്ളൂ. അപ്പൊ അർജുന ഹൃദയപി ത്വം, അപ്പൊ നീ ഇതില് പാർട്ടിസിപ്പേറ്റ് ചെയ്താലും ഇല്ലെങ്കിലും, ഓക്കെ, നീ ഹൃദയപി ത്വം, നീ ഇതിൽ പങ്കെടുത്തിട്ടില്ലെങ്കിലും സർവേ ന ഭവിഷ്യന്തി, ഇവര് എല്ലാവരും അപ്രത്യക്ഷമാവാൻ പോകുന്നവരാണ്. ഓക്കെ, അപ്പോൾ ആരൊക്കെ? അവസ്ഥ, ഇവര് എല്ലാവരും. ആരൊക്കെ? പ്രതി അനീകേഷു യോദ്ധ. അപ്പൊ അനീകം എന്ന് വെച്ചാല് ആർമിയാണ്. അനീകം എന്ന് വെച്ചാൽ ആർമി. അപ്പൊ പ്രതി അനീകേഷു, 2 ആർമിയിൽ ഉള്ള, പ്രതി അനീകേഷു 2 ആർമിയിലുള്ള യോദ്ധാക്കർമ്മ, എല്ലാവരും യോദ്ധാക്കളാണല്ലോ, യുദ്ധത്തിന് യോദ്ധാക്കളല്ലേ വരുള്ളൂ. അപ്പം ഉള്ള എല്ലാവരും, അപ്പൊ ഇൻക്ലൂഡിങ് ഭീഷ്മ, ദ്രോണ, എല്ലാവരും യോദ്ധാവർക്കാണ്. യുദ്ധം ചെയ്യുന്നവരെല്ലാം യോദ്ധ. അപ്പം പ്രതി അനികേഷു യോദ്ധ, അപ്പൊ 2 ഭാഗത്തുള്ള എല്ലാ യോദ്ധാക്കളെയും ഇവിടെ അവർ ഡിസപ്പിയർ ചെയ്യാൻ പോവുകയാണ്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഒറ്റ വാക്കാണ്, അവരുടെ പ്രാരബ്ധ കർമ്മങ്ങൾ കഴിഞ്ഞാൽ, ഓരോ ജന്മത്തിന്റെയും അവരുടെ പ്രാരബ്ധ കർമ്മം കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഒരു മൊമെന്റ് ഇവിടെ നിൽക്കാനുള്ള അനുമതിയില്ല, സാധ്യതയില്ല. അപ്പം അതുകൊണ്ട് അവരുടെ ഇത് കഴിഞ്ഞു, അവരുടെ പാകം ആയി കഴിഞ്ഞു. അത് ഫുഡിന്റെ കാര്യം പറഞ്ഞ പോലെ. അപ്പം പ്രതി അനികേഷു 2 ആർമിയിലുള്ളവര് ഇവിടെ പോവാൻ അതായി. അതുകൊണ്ട് വേറെ യാതൊരു വഴിയും ഇല്ല, അവരുടെ പ്രാരബ്ധം കഴിഞ്ഞു, അവര് പോവാണ്. അപ്പം ആ പ്രോസസ്സ് ട്രിഗർ ചെയ്യുക എന്നുള്ള കാലതത്വമായിട്ട് അത് ട്രിഗർ ചെയ്യുക എന്നതാണ് എൻ്റെ പണി എന്ന് ഭഗവാൻ പറയാം. ഇനി അതുകൊണ്ട് എന്താണ് അടുത്ത ശ്ലോകത്തില്? തസ്മാത് ത്വമുത്തിഷ്ഠ യശോ ലഭസ്വ ജിത്വാ ശത്രൂൻ ഭുങ്ക്ഷ്വ രാജ്യം സമൃദ്ധം മയൈവൈതേ നിഹതാ പൂർവമേവ നിമിത്തമാത്രം ഭവ സവ്യസാചിൻ. ഇത് വളരെ പോപ്പുലർ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് ഇതിന്റെ അവസാനത്തെ ഭാഗം. എനിക്ക് വളരെ ഇഷ്ടമുള്ള ഭാഗമാണ് ലാസ്റ്റ് പാർട്ട് എസ്പെഷ്യലി. അപ്പം അർജുനനോട് പറയാണ്, നീ അർജുന ഈ യുദ്ധത്തില് പങ്കെടുക്കുക ചെയ്യാന്നുള്ളത് ഇറ്റ് ഈസ് നോട്ട് എ മാറ്റർ അറ്റ് ഓൾ. ഓക്കെ, എന്താന്ന് വെച്ചാൽ ഇവിടെ ഇവിടെ ഈ പ്രപഞ്ചത്തില്, ഈ ഭൂമിയില് നമുക്കെടുക്കാം. ഭൂമിയിൽ നമ്മൾ ചെറിയൊരു കോണ്ടെക്സ്റ്റ് അല്ലേ, അപ്പം എളുപ്പത്തിൽ മനസ്സിലാകാനായിട്ട്. ഈ ഭൂമിയിൽ നമ്മള് ആയിട്ട് നമ്മൾ ചെയ്യാതിരിക്കുന്നൊക്കെ ആയിട്ടല്ല. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഈ സൃഷ്ടിയില് ഇതൊക്കെ ഉണ്ടാവുന്നതും ഒക്കെ ഓരോരുത്തരുടെയും കർമ്മത്തിന്റെ റിസൾട്ടായിട്ടാണ്. അപ്പം ആ കർമ്മത്തിന്റെ റിസൾട്ട് കൊണ്ടാണ് ഓരോരുത്തർക്കും ഉള്ള ആ പ്രാരബ്ധം എന്നുള്ളത് കൊണ്ടുവരുന്നത്. ആ പ്രാരബ്ധം തീരുന്നതോടുകൂടി ഓരോരുത്തരും ഇവിടുന്ന് ഈ രൂപത്തിൽ നിന്ന് മാറുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വേറൊരു രൂപത്തില് ഇനി ബാക്കി പ്രാരബ്ധം ചെയ്യാനുണ്ടാവും. അതായത് ഇപ്പം മോഹൻലാല്
ഒരു അപ്പൂപ്പനായിട്ട് ഉള്ള റോള് കഴിഞ്ഞാല് പിന്നെ 50 വയസ്സുകാരന്റെ റോള് അടുത്ത അതില് ചെയ്തിട്ട് അങ്ങനെ ഓരോരോ റോള് ബേസ്ഡ് ആയിട്ട് പോണ്ടി വരും. അപ്പൊ നമുക്ക് ഈ 2 കാലിലും മനുഷ്യനായിട്ടുള്ള കർമ്മം കഴിഞ്ഞിട്ട് പിന്നെ ആ ചെയ്തതിന്റെ ആഹ്, നല്ലതോ ചീത്തയോ എങ്ങനെയെന്നനുസരിച്ചിട്ട് ഇനി പിന്നെ 4 കാലിലായിരിക്കും അതിന്റെ ബാക്കി ചെയ്യാൻ ഉണ്ടായിരിക്കുക. ചിലപ്പോൾ 18 കാലിലായിരിക്കും അല്ലെങ്കിൽ പ ചിറകോട് കൂടി ചെയ്യേണ്ട കർമ്മങ്ങളായിരിക്കും ബാക്കി ഉണ്ടാവുക. അപ്പൊ അതിനനുസരിച്ച് ഡിഫറെന്റ് റോള് എടുത്തിട്ട് സദാ ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. ഇത് നിൽക്കുന്നില്ല. അപ്പം കർമ്മം ഒടുങ്ങിയാൽ മാത്രമാണ് പൂർണ്ണമായിട്ടും ഇവിടുന്ന് പുനരഭി ജനനം പുനരഭി മരണം എന്നുള്ള ചക്രത്തിൽ രക്ഷയുള്ളൂ. അപ്പം അത് കർമ്മം ഒടുക്കാനുള്ള ഇത് എങ്ങനെയാണ് ആ സീക്രട്ട് എന്നുള്ളത് ഭഗവാൻ നേരത്തെ കർമ്മ യോഗത്തിൽ പറഞ്ഞു തന്നു അല്ലെ. ആ കർമ്മം അതിന്റെ ഒന്നാമത് ആ കർത്തൃത്വ ബോധത്തോട് അല്ലാതെ കർമ്മത്തിൽ പൂർണ്ണമായും ശ്രദ്ധ അർപ്പിച്ച് അത് കർമ്മഫലത്തെ എന്നിൽ അർപ്പിച്ച് കർമ്മം ചെയ്യും. അപ്പൊ എന്ത് പറ്റും? അപ്പം പിന്നെയും ഈ ആ സൈക്കിളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. വിച്ച് സൈക്കിൾ? നമ്മുടെ ഈ പുനരഭി ജനനം പുനരഭി മരണം എന്നുള്ള ആ സൈക്കിളിൽ നിന്ന്. അല്ലെങ്കിൽ കൊതുവായിട്ട്, പൂച്ചയായിട്ട്, ഉറുമ്പായിട്ട്, പല്ലിയായിട്ട്, മനുഷ്യനായിട്ട്, പാർട്ടിയായിട്ട്, കഴുതയായിട്ട്, അങ്ങനെ ഇറ്റ് ഗോസ് ഓൺ ആൻഡ് ഓൺ ആൻഡ് ഓൺ. അപ്പം അതിന്ന് പുറത്ത് കിടക്കണം എന്നുണ്ടെങ്കിൽ ഉള്ള സൂത്രങ്ങളൊക്കെ ഭഗവാൻ കർമ്മയോഗത്തിൽ പറഞ്ഞു തന്നു. അപ്പം ഈ ഇതും അതുമായിട്ട് വളരെ വളരെയേറെ റിലേറ്റ് ചെയ്തിട്ട് മനസ്സിലാക്കേണ്ട വിഷയമാണ്. ബിക്കോസ് അത്രയൊക്കെ കേട്ടാലും അർജുനന് ഓക്കെ എഗെയിൻ ഐ ആം ഗോയിങ് ടു കിൽ ദം എന്ന് അർജുനന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് ദേ ആർ ഗോയിങ് ടു ബി കിൽഡ് അതും അർജുനന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ഭഗവാൻ ഇവിടെ എന്താ പറയാ ഒരു ഒരു ഒന്നും കൂടി വളരെ ഓപ്പണായിട്ട് പറയാണ്, വെദർ യു ആർ വില്ലിങ് ടു ഡു ഇറ്റ് നോർ വില്ലിങ് ടു ഡു ഇറ്റ് ഡസൻറ്റ് മാറ്റർ. പക്ഷേ നിനക്ക് സ്മാർട്ടായിട്ട് നീ ചിന്തിക്കുക. ഓക്കെ, നിനക്ക് പറഞ്ഞിട്ടുണ്ട് ഒരു പണി ചെയ്യാൻ. ഇവിടെ നമ്മൾ മഹാഭാരതത്തിലെ വ്യാധന്റെ കഥയും ആയിട്ട് റിലേറ്റ് ചെയ്യണം. എന്താണ് പറഞ്ഞിരിക്കുന്ന ആ പണി, അപ്പൊ വിച്ച് എവർ റോൾ യു ടേക്ക് ഡു ഇറ്റ് അറ്റ് യുവർ ബെസ്റ്റ്. നിങ്ങളെ സംബന്ധിച്ച് ഈ മഹാഭാരത യുദ്ധത്തിൽ ഇത്രയും ഇങ്ങനൊരു സന്ദർഭമാണ്, ധർമ്മം കാക്കാനായിട്ട് യുദ്ധം ചെയ്ത് ധർമ്മം പുനഃസ്ഥാപിക്കാനുള്ള ഒരു അവസരമാണ്, അത് നിന്നിൽ നിക്ഷിപ്തമാണ്. ഡു ദാറ്റ് വെൽ. നമ്മളുടെ ധർമ്മവ്യാധന്റെ കഥയിലും ഹീസ് എ ബുച്ചർ. അപ്പം അവിടേക്ക് നമ്മുടെ ഈ സന്യാസിയെ പറഞ്ഞു വിടുന്നത് ആരാണ്? ഒരു ഗൃഹസ്ഥയായിട്ടുള്ള ഒരു സ്ത്രീയാണ്. അമ്മ പറയും അവിടെ കാത്തു നിന്നോളൂ, നിങ്ങളുടെ ദേഷ്യം കൊണ്ട് കരിഞ്ഞു പോകാൻ ഞാനൊരു പക്ഷിയൊന്നും അല്ല എന്ന് പറയണ്ടല്ലോ. അപ്പൊ ആ അമ്മ ചെയ്യുന്നത് ഹെർ ഓൺ ഡ്യൂട്ടി. ആ വീട്ടിൽ എന്താണോ ചെയ്യേണ്ടത് എന്നുള്ള ആ ഒരു ലേഡിക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഷീ ഈസ് ടേക്കിംഗ് കെയർ ഓഫ് ഹെർ ഡ്യൂട്ടി കംപ്ലീറ്റ്ലി. അത് മാത്രമാണ് ഒരാൾക്ക് ചെയ്യാനുള്ളത്. എന്നിട്ട് ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ആ പട്ടണത്തില് വ്യാധൻ എന്ന് പറഞ്ഞാൽ തന്നെ ബുച്ചറാണ്. വ്യാധനുണ്ട്, അവിടെ പോയി കണ്ടിട്ട് പുള്ളി പറഞ്ഞു തരും ബാക്കി എന്നാണ് പറയുന്നത്. അയാളുടെ അവിടെ പോകുമ്പോഴോ അവിടെ മുഴുവനും ബുച്ചർ നമുക്കറിയാം ഏറ്റവും വൃത്തികേടായിട്ടുള്ള സ്ഥലമാണ് അല്ലെ, ഒരു ബുച്ചർ ഷോപ്പ്. അപ്പം അവിടെ എത്തിയിട്ട് ഇയാളാണ് പറഞ്ഞു തരേണ്ടത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അയാളുടെ പണി വട്ടവർ, അത് അയാൾ മാംസം വെട്ടി വിൽക്കുന്ന ആളാണ്, അത് ഏറ്റവും നന്നായിട്ട് ചെയ്യുന്നു. അയാളുടെ കുടുംബത്തിൽ ആരെയാണോ എങ്ങനെയാണോ നോക്കേണ്ടത് അതും ഒരു കംപ്ലൈന്റും ഇല്ലാതെ അത് എന്നിൽ നിക്ഷിപ്തമായതാണ് ഈ റോള്. അതായത് നേരത്തെ പറഞ്ഞ പോലെ മോഹൻലാൽ ഒരു ടീച്ചറായിട്ടാണോ റോൾ ഇടുന്നത്, അത് കംപ്ലീറ്റ്ലി ആ ടീച്ചറായിട്ട് ആ റോൾ ചെയ്യാം എന്ന പോലെ. അപ്പം ബുച്ചറാണോ ബുച്ചറായിട്ടുള്ള റോള് ഏറ്റവും നന്നായിട്ട് ചെയ്യാം. അപ്പം ഇവിടെ അർജുനനോട് അതാണ് പറഞ്ഞത്. അപ്പം ഇതിന്റെ മുഴുവനും എന്താ പറയാ ഓണർഷിപ്പ് ഞാനാണ് ചെയ്യുന്നത്, ഞാനില്ലെങ്കിൽ പറ്റില്ല, എന്നിൽ കൂടെയാണ് ഇതൊക്കെ. അങ്ങനെയല്ല, ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള നേരത്തെ പറഞ്ഞ പോലുള്ള ആ പ്രാരാബ്ദവും ആ പാകമാവേണ്ട സമയമുണ്ട്. ആ സമയം വരുമ്പം അതുപോലെ തോന്നും. അപ്പൊ നമ്മളെ ഇവിടെ ഭഗവാൻ ഒരു അർജുനനോട് പറയാണ് ഒരു ഉപകരണം മാത്രമാണ് എന്ന് പറയാണ്. അപ്പം അർജുനനോട് ഒരു ഗുണം എന്താ പറയണത്, നീ ഇപ്പം ഈ നിക്ഷിപ്തമായിട്ടുള്ള ആ കർമ്മം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അർജുന് വലിയൊരു ഗുണമാണ്. എന്തുണ്ട്, അർജുന് നല്ല പേരും പ്രശസ്തിയും അർജുന അറിയപ്പെടും. എന്തായിട്ട് അറിയപ്പെടും? ഇവിടെ ധർമ്മം കാക്കാനായിട്ട് യുദ്ധം ചെയ്ത് ധർമ്മം സ്ഥാപിച്ച് വീരനായിട്ട് അറിയപ്പെടും. ഇല്ലെങ്കിലോ ഇവിടെ ഓടിപ്പോയി കഴിഞ്ഞാല്
അർജുനൻ അവിടെ യുദ്ധം ചെയ്തില്ല എന്നുണ്ടെങ്കിലും ഇവരൊക്കെയും അവരുടെയൊക്കെയും സമയം കഴിഞ്ഞിട്ടുള്ളതാണ്. അവരൊക്കെയും അവരുടെ അവരുടെ കർമ്മം കൊണ്ടാണ് അവിടെ എത്തിയിരിക്കുന്നത്. അപ്പൊ ആ കർമ്മം അത് തീർക്കണമെന്നുള്ളതാണ്. അപ്പൊ അവരെല്ലാവരും കൊല്ലപ്പെടുകയും ചെയ്യും. പക്ഷെ അർജുനൻ അതേസമയം അവിടുന്ന് ഓടിപ്പോയതായിട്ട് ക്ഷത്രിയ ധർമ്മം പാലിക്കാത്തവനായിട്ട് അറിയപ്പെടുകയും ചെയ്യും. അപ്പോ ഒരു ആളിൽ നിക്ഷിപ്തമായിട്ടുള്ള കർമ്മം അത് അനുഷ്ഠിക്കാത്തതിന് പാപമുണ്ട്. അപ്പൊ കണ്ടു നേരത്തെ നമ്മൾ പറഞ്ഞു ആ കർമ്മ ബന്ധത്തിൽ നിന്നും കർമ്മബന്ധനത്തിൽ നിന്നും പുറത്ത് കടക്കാൻ പറ്റില്ല. അർജുനൻ ഈസ് ഗെയിനിങ് പാപം. അതിനാണ് പറയുക പ്രത്യവായം. ആദ്യമേ അവിടെ ഭഗവാൻ പറയുന്നുണ്ട് മുമ്പേ തന്നെ, പ്രത്യവായ ന വിദ്യതേ സ്വല്പം അപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയ. ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ നിന്നും ഭയത്തിൽ നിന്നും മോചിതനാവാൻ ഈ അവനവന്റെ ധർമ്മം അനുഷ്ഠിച്ചാൽ മാത്രം മതി എന്ന് ആദ്യമേ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നിനക്ക് എളുപ്പ വഴി എന്താണ്? നിനക്ക് എളുപ്പ വഴി എന്ന് പറയുന്നത് ഇവിടെ യുദ്ധം ചെയ്യുക എന്നാണ്. അതുകൊണ്ട് അവരുടെയൊക്കെ സമയമായി കഴിഞ്ഞു. അപ്പം അവര് ഈ ഭൂമിയിൽ നിന്ന് പോകാൻ അവരുടെ സമയം അടുത്തിരിക്കുന്നു. സോ അതുകൊണ്ട് ഇവിടെ പറയാണ് ത്വം ഉത്തിഷ്ഠ. ത്വം എന്ന് വെച്ചാൽ നീ, ഉത്തിഷ്ഠ എണീക്കൂ, ഉയരൂ, ഗെറ്റപ്പ് എന്ന് പറയാം. ത്വം ഉത്തിഷ്ഠ, എൻ്റെ കൂടെ സഹകരിക്കും. ഞാൻ പറഞ്ഞു കേട്ടാൽ മതി, സിമ്പിൾ, അത്രേ ഉള്ളൂ. ഭഗവാൻ അതിന് വളരെ ഈസി അല്ലേ. അല്ലെങ്കിൽ നമ്മളൊക്കെ പറയും ഞാൻ പറഞ്ഞു കേട്ടാൽ നിങ്ങൾക്ക് കൊള്ളാന്ന് പറയുന്ന പോലെ ഭഗവാൻ പറയണം. എന്നിട്ട് നീ മര്യാദയ്ക്ക് എണീക്കട ചക്ക എന്ന് പറയണ. ത്വം ഉത്തിഷ്ഠ. എന്തിനാണെന്നറിയോ? ശത്രുൻ ജിത്വ, ഈ ശത്രുക്കളെ ജയിക്കാൻ. ശത്രുൻ ജിത്വ, അവരെ പരാജയപ്പെടുത്താൻ. ജിത്വ എന്ന് വെച്ചാൽ പരാജയപ്പെടുത്താൻ. എന്നിട്ട് സമൃദ്ധം രാജ്യം ഭുങ്ഷ്വ, നിന്റെ ആ സമൃദ്ധമായിട്ടുള്ള രാജ്യം നിനക്ക് തിരിച്ചു കിട്ടാൻ, അതിനെ ആസ്വദിക്കാൻ അല്ലെ. അപ്പം ഇപ്പൊ അർജുനന് സൂചി കുത്താൻ പോലും ഇടമില്ല അല്ലെ, അങ്ങനത്തെ അവസ്ഥയാണ്. പക്ഷെ ഈ ശത്രുക്കളെ ജയിച്ചിട്ട് സമൃദ്ധം രാജ്യം പുങ്ഷ്വ, ആ സമൃദ്ധമായ രാജ്യം എൻജോയ് ചെയ്യാനായിട്ട് നിനക്ക് നീ എണീക്കുക, നീ ഉയര് എന്ന് പറയണം. എന്നിട്ടോ എന്താ കാര്യം? മയൈ ഏ തേ നിഹത. മയൈ ഞാൻ, ഏതേ പറഞ്ഞ ഇവരെയെല്ലാം. അപ്പം ഞാൻ ഇവരെയെല്ലാം നിഹത, അവരെല്ലാം ഹത്യ, അതുകൊണ്ട് നിഹത്യ, അവരെ കൊന്നിട്ടുണ്ട്. അവരെയൊക്കെ ഞാൻ എപ്പോഴും അറിയോ പൂർവമേവ, അവരുടെയൊക്കെ കാര്യം ഞാൻ ഓൾറെഡി നോക്കിയിട്ടുണ്ട്. അപ്പൊ നീ ഇവിടുന്ന് എണീറ്റിട്ട് യുദ്ധം ചെയ്യാൻ നോക്കാൻ നിന്റെ പണിയുള്ളൂ. എത്ര എളുപ്പമായി കാര്യം നോക്കൂ. അപ്പം ഏത്തെ ഇവരെല്ലാം, മയെ ഞാൻ, മീ എന്നുള്ള മീ, ഐ ഹാവ് നിഹത, അവരെ ഡിസ്ട്രോയ് ചെയ്തിട്ടുണ്ട്. അപ്പം എന്തുകൊണ്ടാണ് അവരെ ഡിസ്ട്രോയ് ചെയ്ത് പറഞ്ഞാൽ ഭഗവാൻ ആയിട്ടൊന്നും ഡിസ്ട്രോയ് ചെയ്യില്ല. അവരുടെ കർമ്മ പ്രകാരം അവരുടെ പ്രാരബ്ധ തീരാറായി. അതുകൊണ്ട് ഹേ സവ്യസാചിൻ, കണ്ടോ ഇവിടെ നമ്മൾ ഭഗവാൻ അർജുനെ അഡ്രസ് ചെയ്യുന്നതാണെങ്കിൽ, അർജുനൻ ഭഗവാനെ അഡ്രസ് ചെയ്യുന്നതാണെങ്കിലും എപ്പോഴും വളരെ വളരെ ആപ്റ്റാണ് വ്യാസ ഭഗവാൻ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ. അപ്പൊ എന്താ പറയുന്നത്? സവ്യസാചിൻ. സവ്യസാചിൻ എന്ന് വെച്ചാൽ ഇടത് കൈകൊണ്ട് പോലും യുദ്ധം ചെയ്യാൻ, അമ്പും വില്ലും അയക്കാൻ കഴിവുള്ള ആള് എന്നാണ്. അതുകൊണ്ടാണ് അർജുനന്റെ പേര്, അർജുനെ ആംബി ഡെക്സ്ട്രസ് എന്നാ പറയുക. രണ്ട് കൈകൊണ്ട് യുദ്ധം ചെയ്യാൻ പറ്റും. അപ്പൊ ദശരഥന് 10 ദിക്കിലും രഥം ഓടിക്കാൻ പറ്റും. അതാണ് ദശരഥൻ എന്നുള്ള പേര്. അതുപോലെ അർജുനൻ ആംബി ഡെക്സ്ട്രസ് ആണ്, രണ്ട് കൈയും ഈക്വലി ഗുഡായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പം സവ്യം എന്ന് വെച്ചാൽ ഇടത് എന്നാണ് അർത്ഥം. സവ്യം ഇടത്. അപ്പൊ സവ്യ സാജിൻ, രണ്ട് ഭാഗത്ത് ഇടത് കൈകൊണ്ട് പോലും. നമ്മൾ തമാശ പോലെ അത്തൊക്കെ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് ജോബ് ടക്ക് ചെയ്യാവുന്നതാണ്. അത് എളുപ്പത്തില്ല, അത്ര എളുപ്പത്തിലുള്ള ചെയ്യാൻ കഴിയണ അവനെ എഴുന്നേൽക്കൂ. എന്താണെന്നറിയോ കാര്യം? നീ എൻ്റെ കയ്യിലെ ഒരു ഉപകരണം മാത്രമാണ്. ഓക്കെ, നിമിത്തം മാത്രം. യു ആർ ജസ്റ്റ് ആൻ ഇൻസ്ട്രുമെന്റ്. നിമിത്തം മാത്രം ഭവ സവ്യസാചിൻ. അപ്പം യു ക്യാൻ ഡു ഓൾ ദിസ്. യു ആർ ജസ്റ്റ് ആൻ ഇൻസ്ട്രുമെന്റ് ഇൻ മൈ ഹാൻഡ്. ഓക്കെ, അപ്പം ഇത് വളരെ എപ്പോഴും നിങ്ങളൊക്കെ എല്ലാവരും വളരെ ഏറെ പ്രാവശ്യം കേട്ടിട്ടുള്ള ശ്ലോകമായിരിക്കും. അറ്റ്ലീസ്റ്റ് നിമിത്തം മാത്രം എന്ന് കേൾക്കാത്തവരായിട്ട് നമ്മളുടെ ഈ ഗ്രൂപ്പിൽ ഉണ്ടാവില്ല. അപ്പം പക്ഷെ ഈ ശ്ലോകത്തിന് ഒരു പ്രശ്നമുണ്ട്. എന്താ വെച്ചാല് സ്വാഭാവികമായിട്ടും ഓരോരുത്തരിലും ഒരു ചോദ്യം വരും. അപ്പൊ എല്ലാം ഭഗവാനാണ്, നമ്മൾ വെറും ഒരു ഭഗവാന്റെ കയ്യിലെ ഒരു ഇൻസ്ട്രുമെന്റ് മാത്രമാണ് എന്ന് കരുതുമ്പോൾ
അപ്പൊ പിന്നെ എന്തിനാ നമ്മൾ എന്തെങ്കിലും ചെയ്യണം? അതൊക്കെ ഭഗവാൻ വിചാരിച്ച പോലെയൊക്കെ നേരത്തെ തലയിലെഴുത്ത് പോലെയല്ലേ കാര്യങ്ങൾ നടക്കുള്ളൂ. തലയിലെഴുത്ത്, കയ്യിലെ രേഖ, ആം, പിന്നെ ജനിച്ച ജാതകം, ഇത് പ്രകാരമൊക്കെയല്ലേ നടക്കുള്ളൂ എന്ന ഒരു എസ്കേപ്പിസം അവിടെ ഈസിയാണ് അല്ലേ? അപ്പം ആ, അത് കാണുമ്പോൾ നമുക്കായിട്ട് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല. അപ്പൊ അത് എളുപ്പ വഴിയാണ് നമ്മളെ സംബന്ധിച്ച്. പക്ഷേ ആ, അങ്ങനെ അല്ല. അപ്പം ഭഗവാൻ ആണ് എല്ലാം തീരുമാനിക്കുന്നത് എന്ന് തോന്നിക്കുമെങ്കിലും ഇവിടെ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് തന്നെ അറിയാം. ഈ രണ്ട് പക്ഷത്തുള്ളവരുടെ കാര്യമൊക്കെ തീരുമാനിച്ചിരിക്കുന്ന അവരുടെ കർമ്മ ആ, ബന്ധങ്ങളും കർമ്മബന്ധനങ്ങളും കൊണ്ടാണ്. അവര് തന്നെയാണ് ഓരോരുത്തരും. ഇപ്പൊ ലൈക്ക് അവരെ പോലെ തന്നെ നമ്മൾ ഓരോരുത്തരും തന്നെയാണ് നമ്മളുടെ ആ, ഈ പറഞ്ഞ ഭാവിയും ഒക്കെ രചിച്ചിരിക്കുന്നത്. അപ്പോൾ അതില് ചോയ്സ് എക്സസൈസ് ചെയ്യുക എന്നുള്ളത് നമ്മളുടെ കയ്യിൽ തന്നെ ഉള്ള കാര്യമാണ്. പക്ഷെ അത് ഇനിയും വിശദമായിട്ട് നമുക്ക് പറയാനായിട്ടുണ്ട്. അപ്പൊ അല്ലാതെ എല്ലാം തലയിലെഴുത്ത് പോലെ എന്ന് മനസ്സിലാക്കുന്നത് ഈ ശ്ലോകത്തിനോട് ചെയ്യുന്ന ഒരു റോങ് ആയിട്ടുള്ള ഇന്റർപ്രിട്ടേഷനും റോങ് കൺക്ലൂഷനും ആയിരിക്കും. അപ്പം അത് ചെയ്യരുത്. പക്ഷെ ഇത് നമുക്ക് കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് മനുഷ്യന്റെ ആ ഫ്രീ വില്ല് നമ്മൾ മുമ്പും കണ്ടിട്ടുള്ളതാണ്. പക്ഷെ പ്രത്യേകിച്ച് ഇന്നിപ്പോ ഡിസംബർ 31 പുതിയ വർഷം, നമ്മൾ എന്ത് തന്നെ ഉഗാദിയും വിഷുവും ഒക്കെ പുതുവർഷം നവവത്സരം ഒക്കെ ആയിട്ട് നമ്മൾ കാണുമെങ്കിലും ഇംഗ്ലീഷ് ന്യൂ ഇയർ തന്നെയല്ലേ നമ്മളുടെ മറ്റ് എല്ലാ നേരത്തെ പറഞ്ഞ പോലെ വ്യാവഹാരിക കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്നത്. അപ്പം ഇതേ പറ്റി ചിന്തിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതുമായിട്ടുള്ള വിഷയമാണ്. അപ്പം അതിനോട് കുറച്ച് സമയവും സ്പെൻഡ് ചെയ്യേണ്ടതാണ്. എന്തായാലും നമുക്ക് അത് എങ്ങനെ നമുക്ക് ആ ഫ്രീ വില്ല് കൊണ്ട് ഭാവി അതിമനോഹരമാക്കാം എന്നുള്ളത് നമുക്ക് കുറെ കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അത് അടുത്ത ക്ലാസ്സിൽ. ഹരി ഓം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി.